ആഴങ്ങളിൽ. ആഴമേറിയ കടലിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് മാർക്കോസ് ക്ലീറ്റസ്, കൊല്ലം ജില്ലയിലെ നീണ്ടകരയ്ക്ക് സമീപമുള്ള നീലേശ്വരം തോപ്പ് സ്വദേശിയാണ്. മുതിർന്ന മത്സ്യത്തൊഴിലാളിയായ ഇദ്ദേഹത്തിന് നിരവധി ആത്മീയ അനുഭവങ്ങളാണ് കടലിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് മാർക്കോസ് ക്ലീറ്റസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാർക്കോസ് ക്ലീറ്റസ്, നീലേശ്വരം തോപ്പിൽ താമസിക്കുന്നു. ഞാൻ ഫിഷിംഗ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് 55 വർഷമായി. കൊച്ചു ബോട്ടാണ് ഞങ്ങളുടെ നീണ്ടാരം ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. വലിയ ബോട്ടുകളൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. ചെറിയ ബോട്ടെന്ന് പറഞ്ഞാൽ കൈവലി കൊണ്ട് ബോർഡുകൾ പിടിച്ച് കയറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഇഞ്ചിനെന്ന് പറയുന്ന ചെറിയ ഇഞ്ചിനാണ്. സാവ് 16 പക്കിഞ്ചിൻ എന്നുള്ള ആ രീതി പേരുള്ള ഇഞ്ചിൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഞാൻ ബോട്ടിൽ പോകുന്നത്. അന്ന് വലിയ താമസപ്പെട്ടാണ് ഞങ്ങൾ കടലിൽ പോകുന്നത്. അത് വെള്ളം, ആ ബോട്ടിൽ കയറുന്ന വെള്ളം തന്നെ കൈവച്ച് നമ്മൾ കോരി വെളിയിൽ കളയണം. അന്ന് ഇത് കണക്ക് പമ്പുകളും സാധനങ്ങളും ഒന്നുമില്ല. ഈ വെള്ളം വെറുതെ തന്നെ അടിച്ചു പോകാനായിട്ട് ഇത് കൈവച്ച് കോരി കുഴയും കരപരപ്പോഴത്തേക്ക്. ലാസ്റ്റ് അത് പിറ്റേന്നും ബോട്ടിൽ പോകണ്ട എന്നുള്ളൊരു സങ്കല്പം വരും. പക്ഷേ എങ്കിലും പിറ്റേന്നും പോവും ബോട്ടിൽ പോകാൻ. അങ്ങനെ ബോട്ടിൽ പോയി പഠിച്ച് സ്വന്തമായിട്ട് ബോട്ട് കൊണ്ടുപോകാൻ പഠിച്ചു. അന്നത്തെ കാലത്ത് ഈ ചെറിയ ബോട്ടുകൾ, ഞങ്ങളുടെ നാട്ടിൽ നീണ്ടാരെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടുകൾ, വലിയ ബോട്ടുകളൊന്നുമില്ല. അന്ന് ഈ ബോട്ട് കൊണ്ടുപോകാൻ ഒരു 3-4 കൊല്ലം ബോട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ ബോട്ടുകൾ ഇത് ഓടിക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നും എല്ലാം ഞാൻ കണ്ടുപിടിച്ച് അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇത് കൊണ്ടുപോയി പഠിച്ചു. മറ്റുള്ളവരെ ബോട്ട് എനിക്ക് ഞങ്ങൾക്കില്ല ബോട്ട്. ഞാൻ സ്വന്തമായിട്ട് ഓരോ ബോട്ടുകളിൽ കയറി ഓരോ ബോട്ട് മുതലാളിമാരെ വീട്ടുകളിൽ ഓരോരുത്തർ വിളിച്ച് ഇത് നാളെ നീ എൻ്റെ ബോട്ട് കൊണ്ടുപോകണം, പണി കിട്ടുക. അന്നേരം ഞാൻ പണിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശ് പണി കിട്ടുന്ന സമയമാണ്. അന്ന് പ്രായമുള്ളവരാണ് എൻ്റെ കൂടെ പണിക്ക് വരുന്നത്. ഞാൻ ഏറ്റവും കൊച്ചു ഇറങ്ങനാണ്. ഈ ഫിഷിംഗ് ബോട്ട് കൊണ്ടുപോകുന്ന കാണപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൊതിയാണ്. ഇത്ര കൊച്ചിലെ തന്നെ ഫിഷിംഗ് ബോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടല്ലോ എന്നുള്ളതാണ് ആൾക്കാർക്ക് ചിന്ത. 10, 50, 60 വയസ്സുള്ളവരാണ് എൻ്റെ കൂടെ പണിക്ക് വരുന്നത്. ഞാൻ അന്ന് വളരെ 13, 14 വയസ്സുള്ള സമയത്ത് തന്നെ ഈ ബോട്ട് കൊണ്ടുപോയി പഠിച്ചു. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ മേളോട്ട് വന്ന് അന്ന് ഈ ബോട്ടുകളൊക്കെ മാറി പിന്നെ വലിയ ബോട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം ഞങ്ങളും വളർന്ന്, ബോട്ടും വളർന്ന്, ഞങ്ങളുടെ നാട്ടിൽ ബോട്ടുകളും വളർന്ന് വലിയ മീൻപിടുത്തങ്ങളായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പടത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, എനിക്ക് കടലിൽ പോകുമ്പോൾ ഒരാപത്തും പറ്റല്ലേ, ഈ പോകുന്ന ബോട്ടിൽ ഇഷ്ടംപോലെ കാശ് കിട്ടണേ, പണികൾ കിട്ടണേ, ചരക്ക് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ബാബായ്ക്ക് പുത്രനം വെച്ച് ഒരു നനറിഞ്ഞ് മറിയുമേ ചൊല്ലി ബാബായ്ക്ക് പുത്രനം വെച്ച് ഞാൻ പഠിക്കുവാനായിട്ട് ഇറങ്ങും. അത് ബോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീലോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഒരു 2ാം കാലഘട്ടം അത് എൻ്റെ. ആ കാലഘട്ടത്തിൽ വീലോസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ സ്രാങ്ക. പിന്നെ ഈ ബോട്ടുകൾ വലിയ ബോട്ടെല്ലാം കൊണ്ടുപോയി പഠിച്ച് സ്രാങ്കാട്ട് എന്നെ വിളിക്കും. ഞാൻ ആ ബോട്ട് കൊണ്ടുപോകുമ്പോൾ വീലോസിനകത്ത് തിരി കത്തിച്ച് ഞങ്ങളുടെ പടം വെച്ചിട്ടുണ്ട്. തിരുഹൃദയ പടവും ഇവിടെ സേവസാൻസ് പുണ്യാളുടെ പടവും വെച്ച് പ്രാർത്ഥിക്കും. തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ബോട്ടിൽ ബാക്കിയുള്ള പണിക്കാരെല്ലാം വന്ന് കയറും. അവരുമായിട്ട് ബോട്ട് പ്രാർത്ഥിച്ച് ബോട്ട് വിടുന്നു. ഇവിടുന്ന് ബോട്ട് നമ്മുടെ ഈ തോട്ടിൽ നിന്ന് ഇവിടെ തോടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കായലിൽ തോടെന്ന് പറയും. ഇവിടുന്ന് ബോട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ പാലം കഴിഞ്ഞാൽ കടലിൻ്റെ വാതൊക്കെ ചെന്ന് അഴിമുഖത്ത് ചെന്ന് കഴിഞ്ഞാൽ നീണ്ടാര പള്ളിയുടെ മുഖപ്പ് മേളി കാണും. ആ സമയത്ത് നീണ്ടാര പള്ളിയിലോട്ട് നോക്കി പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ കൂടെ പണിക്ക് വരുന്നത് പല മതസ്ഥരുമായിരിക്കും. ഞാൻ ബാബായ്ക്കും പുത്രനും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഈ ബോട്ടിൻ്റെ സ്പീഡ് വെക്കത്തുള്ളൂ. അന്നേരം എത്ര കടലായാലും കാറ്റായാലും പോകണമെന്ന് ചിന്തിച്ചാൽ വരുന്നെങ്കിൽ അവിടെ പുണ്യാളിനെ വിളിച്ചുകൊണ്ട് അതിൻ്റെ മേക്കുതിര മേളി കാണും പള്ളിയുടെ. ആ പള്ളിയിലോട്ട് നോക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബോട്ട് അങ്ങോട്ട് വിടും. എത്ര ഇച്ചിരി കാറ്റോ കടലോ ഉണ്ടെങ്കിലും പുണ്യാളാ ഞങ്ങളെയും ഈ വാഹനത്തിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആ ബോട്ട് വിടുന്നത്. വിട്ട് ഞങ്ങൾ കടലിൽ ചെന്ന്
വല വലിച്ച് ചരക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചോടും. തിരിച്ച് ആ സമയത്ത് കടലും കാറ്റും ഉണ്ടെങ്കിൽ തിരിച്ച് വരുമ്പം ഈ ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ ഈ ബോട്ട് ഓടി വരുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ഈ അടയാളം എടുത്തിട്ടിരിക്കുന്ന കരയുമായിട്ട്. അതെന്ന് പറയുന്നത് ഈ GPS എക്കോ സൗണ്ടർ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഈ വലിയ ബോട്ട് ഇറങ്ങിയ സമയത്ത്. ഈ അന്ന് ഈ കോമ്പസ് മാത്രമേ ഉള്ളൂ. ഈ കോമ്പസ് നോക്കി ബോട്ട് ഓടിച്ച് നമ്മൾ കറക്റ്റ് പാട് അറിയാം. ബോട്ട് അഴിക്കകത്ത് വന്ന് കയറുമ്പോൾ പറയുമ്പോൾ വഴക്ക് പറയും, വേറുള്ള ആളുകൾ വഴക്ക് പറയും, നീ എന്തിനായി പോയത് ഇത്ര വലിയ കടലിലൊക്കെ കയറി പോയേക്കുന്നത്. അതിന് അത് നമുക്ക് ഈ കടലും കാറ്റും ഉള്ളപ്പോൾ പോകാനായിട്ട് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അതിന് തോനെ സമയം പണിയെടുക്കണ്ട, കുറച്ച് സമയം പണിയെടുക്കുമ്പോൾ ഇഷ്ടംപോലെ പണി കിട്ടും, ചരക്ക് തോനെ കിട്ടും. എന്നുവെച്ചാൽ ഈ കൊഞ്ചും മീനും ഒക്കെ തോനെ കിട്ടി ഇവിടെ കര കൊണ്ടുവരുമ്പം ബോട്ട് മുതലാളിക്കൊക്കെ വലിയ സന്തോഷമാണ് ഞങ്ങളോട്. അതിന് അവർക്ക് സന്തോഷം അന്നേരം ഭയങ്കര സന്തോഷം. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ നാളെയും ഇച്ചിരി കടലോ കാറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് കയറിപ്പോവും. എന്നുവെച്ചാൽ അത്രയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കും അവർ. എനിക്ക് 2 പെമ്മകളായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ഞാൻ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൽ പോയി കാശുകൾ ഇഷ്ടംപോലെ കാശ് കിട്ടി. ആ ബോട്ടിൽ തന്നെ പോയി ഞാൻ സ്വന്തമായിട്ട് ബോട്ടെടുത്തു. ആ ബോട്ട് 2-3 വർഷം ഓടി. അതിന് ഇച്ചിരി പൈസയൊക്കെ കിട്ടി, കടങ്ങളൊക്കെ തീർന്നു വന്നപ്പോൾ ആ ബോട്ട് പണി വന്ന് കരക്കയറ്റി മെയിൻ്റനൻസ് പണിയുണ്ട്. ആ മെയിൻ്റനൻസ് പണി തീർത്ത് അന്നത്തെ കാലത്ത് 4 ലക്ഷം രൂപയിലേക്ക് ഇറക്കി പിറ്റേന്ന് ബോട്ട് താന്നു പോയി കടലിൽ. ഭയങ്കര കടൽ വന്ന് അടിച്ച്. ആ സമയത്ത് അതിൽ ഞാനില്ല ബോട്ടിൽ. ഞാൻ ആ ബോട്ട് നിറച്ച് ഒരു വല വലിച്ചപ്പോൾ ചരക്ക് കിട്ടി, കരക്കൊണ്ടെന്ന് ഇറക്കിക്കൊണ്ട് ബോട്ടും ബാക്കിയുള്ള എൻ്റെ ഒരു കുമ്പാരിയുണ്ട്. കുമ്പാരി പറഞ്ഞ് ഞാൻ ബോട്ട് കൊണ്ടുപോയിക്കൊള്ളാം, കുമ്പാരി കര നിന്ന് ചരക്ക് വിറ്റോളാൻ പറഞ്ഞു. ഞാൻ ചരക്ക് വിറ്റ സമയത്തിന് അവർ പിന്നെയും പോയി ഒരു വല വലിച്ച് ചരക്ക് കിട്ടി. തിരിച്ച് വന്ന വഴി വലിയ കടൽ, നിങ്ങൾ പറയുന്നില്ലേ ഭീകരമായ കടലാണ്. ആ കടലിന് ബോട്ട് ഓടി, വെള്ളമൊന്നും കയറിയില്ല, ബോട്ട് ഓടി ഇഞ്ചൻ നിന്നുപോയി. അതിൻ്റെ ഏറെ ഭാഗത്ത് കൂടെ വെള്ളം പിടിച്ച് ഇഞ്ചൻ നിന്നുപോയി. അവർ പേടിച്ചു പോയി. ഈ ബോട്ട് കെട്ടി അന്നേരം കര വന്ന് ബോട്ട് വേറെ ആരും സഹായിച്ചില്ല. അവരെന്ത് ചെയ്ത് ബാക്കിയുള്ള ബോട്ടുകൾ ചെന്നപ്പം എല്ലാവരും ചാടി ആ ബോട്ടിൽ കയറി ബോട്ട് കളഞ്ഞുകൊണ്ട് കര വന്നു. ആ ബോട്ട് ഒഴുകി ചെറ്റുകുളങ്ങര മുട്ടിൻ്റെ വടക്കേശം കരക്കയറി. പിന്നെ അതിൽ നശിച്ചു പോയി. ഞാൻ നശിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 4 ലക്ഷം രൂപ 10-35 വർഷത്തിന് മുമ്പൊന്നും ഇവിടെ ഒന്നും ആരെയും കയ്യിലില്ല. അത്രയും കാശൊന്നും എടുത്ത് പ്രയോഗിക്കാനായിട്ടില്ല. അതിൽ നശിച്ച് പിന്നെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കടക്കാരെല്ലാം വീട്ടിൽ വന്ന് ഭീകര സംഭവം ഉണ്ടാക്കി. എനിക്ക് ഇച്ചിരി വസ്തു അപ്പുറത്തുണ്ട്, അതൊക്കെ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പം ഈ ബോട്ട് ഓടിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 2 പെമ്മക്കൾ വളർന്നിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഈ ബോട്ട് ഓടിച്ചൊന്നും ഉണ്ടാക്കിയില്ല, ഈ വസ്തു വിറ്റ് നിങ്ങൾക്ക് തന്നെ എൻ്റെ പെമ്മക്കൾ വീട്ടിലിരിപ്പായി പോകും, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിനി അടുത്ത ബോട്ടെടുക്കും. അടുത്ത ബോട്ടെടുത്ത് ഇത് ഓടിക്കപ്പോൾ നിങ്ങളുടെ കടങ്ങളെല്ലാം ഞാൻ തീർക്കും. ഞാനിവിടുന്ന് ഒളിച്ചോടി പോകത്തില്ല, ഞാൻ നിങ്ങളുടെ ജനിച്ചോളുന്നവനാ, എന്നെ അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ എങ്ങും പോകത്തില്ല, ഇവിടെ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞു. ഉടനെ ഈ കൂടുതൽ പൈസ കൊടുക്കാൻ നാളെ അങ്ങ് എഴുന്നേറ്റ് പോയി. ബാക്കിയുള്ളവരും എല്ലാം എഴുന്നേറ്റ് പോയി. ബാക്കി അത് വിറ്റപ്പോൾ 50,000 രൂപ കിട്ടിയത്. അന്നത്തെ കാലത്ത് ആക്രിക്ക് കൊടുത്തപ്പോൾ 50,000 രൂപ കിട്ടി. ബാക്കി പൈസ കൂടെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിക്കൊണ്ട് 1,35,000 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് ഒരു ബോട്ടെടുത്ത് 2.5 കൊല്ലം ഓടിച്ചു. എൻ്റെ ഭാര്യ കച്ചവടത്തിനൊന്നും ബാധ വീട്ടിൽ ഇരുന്ന ആളാണ്. പുള്ളിക്കാരി ഇച്ചിരി മീനൊക്കെ എടുത്ത് പിന്നെ കച്ചവടത്തിന് പോയി. ഒരു 3-4 കൊല്ലം പുള്ളിക്കാരിയും കൂടെ ജോലി ചെയ്ത് കടക്കാർക്കെല്ലാം കൊടുത്ത് ഒരുപാട് താമസപ്പെട്ട്, എൻ്റെ മക്കളും ഞാനും കൂടെ ഒരുപാട് താമസപ്പെട്ട് റേഷൻ അരി മേടിച്ച് കഞ്ഞി വെച്ച് കുടിച്ച കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്നിട്ടും ബോട്ടെടുത്ത് ഓടിച്ച് ഈ വന്ന കടക്കാർക്കെല്ലാം കുറേശ്ശായിട്ട് പലിശ കൊടുത്തില്ല. എല്ലാവരുടെയും പറഞ്ഞു എനിക്ക് പലിശ തരാൻ പറ്റത്തില്ല, ഞാൻ എല്ലാവരെയും കാശ് തരാമെന്ന് പറഞ്ഞു. എല്ലാവരെയും കാശ് കൊടുത്ത് പിന്നെ ആ ബോട്ട് കൊടുത്താൽ ഒരു 10,000-70,000 രൂപയുടെ കടം വരുത്തുള്ളൂ. ആ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്ക് ഞാനതൊന്ന് കൊടുത്തു. ഒരു പാർട്ടിക്ക് കൊടുത്ത 1,40,000 രൂപയ്ക്ക് കൊടുത്തു. പിന്നെ കണക്ക് കൂട്ടിയപ്പോൾ 2,40,000 നമുക്ക് കടമുണ്ട്. ഇത് കൊടുത്ത് കുറേ കടക്കാരെല്ലാം പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞ് ഞാൻ സ്രാക്കാട്ട് പോകുന്നത് ഏത് ബോട്ടിൽ പോയാലും ഇഷ്ടംപോലെ കാശ് കിട്ടും. അവർക്കറിയാം, ഈ കടക്കാർക്കറിയാം എനിക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്ന്. അവരുടെ ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് കാശ് തരും. പിന്നെ ഒരു 2 കൊല്ലം
തകർത്ത് ജോലി ചെയ്തപ്പോൾ എൻ്റെ കടമെല്ലാം തീർന്നു. കടമൊക്കെ തീർന്ന് അപ്പോഴത്തേക്ക് എൻ്റെ മോള് വളർന്നു. മോൾക്ക് 18 വയസ്സായി. ഇവിടെ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സായപ്പോൾ മക്കളെ കെട്ടിക്കും. കെട്ടിച്ചില്ലെങ്കിൽ അതൊരു മെനക്കേടായിട്ട് തോന്നും. അങ്ങനെ മോളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ബോട്ടിൽ ശ്രാങ്കാട്ട് തന്നെ പോയി. കാശ് കിട്ടി എൻ്റെ മൂത്ത മോളെ കെട്ടിച്ച്. മൂത്ത മോളെന്ന് പറയാൻ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഇതെൻ്റെ മൂത്ത മോളുടെ വീടാണ്. എനിക്കുണ്ടായ ഒരു അപകടത്തെ പറ്റി ഞാൻ പറയാൻ പോയാൽ, ആ ബോട്ട് കടലിൽ പോയി. ചെറിയ ബോട്ടുള്ള കാലമാണ്. അത് റിപ്പയർ ആയിപ്പോയി. അതിൻ്റെ ഇഞ്ചിൻ്റെ ഗിയറിൻ്റെ കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഒടിഞ്ഞു പോയി. അന്ന് ആ ബോട്ട് വേറൊരു എൻ്റെ ഒരു കൂട്ടുകാരെ കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പരപ്പന എന്ന് പറഞ്ഞ് ഇവിടെ ആരെല്ലാം എന്താണെല്ലാം പറയാനും ശരി, ഈ കല്ലും പണവും എല്ലാം അറിയാവുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ ഇവിടെ എത്രയെല്ലാം കല്ലുണ്ട്, പാരുണ്ട്, ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ ബോട്ട് കെട്ടിവലിച്ചുകൊണ്ട് വരപ്പോൾ ഇത് കല്ലിൻ്റെ പുറത്തൊരു ബോട്ട് വന്നത്. ഈ പരപ്പന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കടൽ വീഴുന്നൊരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഈ ബോട്ട് അതിലേക്കൂടെ കെട്ടിക്കൊണ്ട് വന്ന് ഭയങ്കരമായ കടൽ കൂടി ആളുകൾ ഞാൻ സഹിതം പോയി കടലിനകത്തിരുന്ന് മറിഞ്ഞ് ലാസ്റ്റ് എഴുന്നേറ്റ് കടലിൽ ഇതിനകത്തിരുന്ന് മറിഞ്ഞ് മേളിൽ വന്നപ്പം ബോട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ചാടി പിന്നെയും ബോട്ടിൽ കയറി. അത് റോപ്പ് പൊട്ടിപ്പോയി. ആ റോപ്പ് പിന്നെയും കൊണ്ടുകൊടുത്ത് കെട്ടി ആ ബോട്ട് കര കൊണ്ടുവന്ന് വെള്ളം കോരി പറ്റിച്ച് ആ ബോട്ട് കളയാതെ കര കൊണ്ടുവന്ന്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു അപകട സമയമായിരുന്നു. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഒരു സമയത്ത് ബോട്ട് കടലിനടുത്തുകൊണ്ട് ഓടി. ആ സ്റ്റിയറിങ് ഞാനിവിടെ നെഞ്ചിൽ വാട്ടിയിരുന്ന് പതുങ്ങി. നെഞ്ചിന് അപകടം പറ്റി. ഒരുപാട് നാൾ ആശുപത്രി കിടന്ന് അന്ന് ഒരുപാട് പച്ചമരുന്നുകളൊക്കെ കഴിച്ച് സുഖമായി. പിന്നെ ബോട്ടിൽ തുടങ്ങി. അവിടെ പരപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആ സ്ഥലത്ത് കടൽ വന്നാൽ ആ കടൽ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പിടിച്ച് ചത്തുപോകും. അത്രയ്ക്കും ഭീകര കടലാണ്. എൻ്റെ പുണ്യാളാണ് എന്നെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് ഞങ്ങളുടെ നീണ്ടാര പള്ളിയിലിരിക്കുന്ന പുണ്യാളാണ് എന്നെ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ന് പോസ്റ്റാണ് ഉള്ളത്. അതിൽ കെട്ടിപ്പിടിച്ച് അത് ഞാനിവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് വെള്ളത്തിൽ പോയിട്ട് മേളിൽ കയറി അപ്പോൾ ബോട്ട് പിന്നെയും ഉണ്ട് മുമ്പിൽ. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഞാൻ പോകല്ലോ, ഞാൻ എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. കടലിൽ എപ്പോൾ എല്ലാം പോകുന്നു അന്നേരം എല്ലാം രക്ഷപ്പെടും. അങ്ങനെ ചാടി പിന്നെയും ബോട്ടിൽ കയറി ബോട്ട് കെട്ടിവലിച്ച് കര കൊണ്ടുവന്നു. ആ ഒരു കാലഘട്ടം അത് തീർന്നു. ഇപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ബോട്ടെല്ലാം 2 ബോട്ടെടുത്ത് ഞാൻ 2 ബോട്ടും ശ്രാങ്കാട്ട് പോയി മക്കളെ 2നെയും കെട്ടിച്ചതിന് ശേഷമാണ് ഈ ബോട്ടെടുക്കുന്നത്. മക്കളെ കെട്ടിച്ച ഒരുപാട് നാട്ടിൽ കടമുണ്ടായിരുന്നു. ആ കടക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ബോട്ടെടുത്ത് ഓടിച്ച് ആ കടമെല്ലാം തീർന്ന് ആ ബോട്ട് പണിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലെത്തി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബോട്ട് തന്ന് ഈ ബോട്ട് അങ്ങോട്ട് അയാൾക്ക് കൊടുത്ത് തിരിച്ച് പിന്നെയും കുറേ നാൾ ഓടിച്ചു. ആ ബോട്ട് ഓടിച്ച് അതിന് പണി വന്നപ്പം വീട്ടുകാരി പറഞ്ഞ് ഇനി അത് പണിയണ്ട, നിങ്ങളത് ആക്രിക്ക് കൊടുത്ത് കാശ് മേടിച്ചു. ഞാനത് ആക്രിക്ക് കൊടുത്ത് കാശ് മേടിച്ച് എന്നിട്ട് ആ ബോട്ട് പണിഞ്ഞെടുക്കാമെന്നുള്ള ചിന്ത ചെയ്തപ്പം വീട്ടിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ ഇനി ബോട്ട് പണിയണ്ട, അത് കുറച്ച് കാശ് മേടിച്ച് അച്ഛൻ എന്നിട്ട് വേറെ ബോട്ടിൽ പോകും. അന്നേരം ഞാൻ വേറെ ബോട്ടിൽ പോയി അപ്പം വേറെ ബോട്ടിൽ പോകുന്ന എപ്പോഴും എല്ലാം എനിക്ക് വേറെ കാശ് നല്ല പൈസ കിട്ടും. ഒരു ബോട്ട് ഓടുന്നതിൽ കൂടുതൽ പൈസ എനിക്ക് കിട്ടും ശ്രാങ്കാട്ട് പോകുമ്പോൾ. അന്നേരം അങ്ങനെ ഇരിക്കെ തന്നെ എൻ്റെ ഒരു സഹോദരൻ്റെ ബോട്ടുണ്ട്. അന്നേരം അവർ പറഞ്ഞ് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബോട്ട് അന്നേരം സീസൺ എന്ന് പറഞ്ഞാൽ കരിക്കാടി കിട്ടുന്നൊരു സമയമുണ്ട് കർക്കിടക മാസത്തിൽ. ആ സമയത്ത് ബോട്ട് നേരത്തെ എന്നെ വിളിച്ചോണ്ട് പറഞ്ഞ്
ചേട്ടൻ്റെ ബോട്ടാണ്. ചേട്ടൻ പറഞ്ഞു ഞാനിനി ബോട്ടിൽ പോകാൻ വരുന്നില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി വേറെ ബോട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി. ഓഗസ്റ്റ് 15-ാം തീയതി ഓഗസ്റ്റ് 1 ബോട്ട് കടലിൽ വല വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് പുള്ളിക്കാരനൂടെ ബോട്ടിൽ പോയി കയറി വന്നു. അന്നേരം ഞാനും സ്രാങ്ക, പുള്ളിയും സ്രാങ്ക. പുള്ളിയുടെ ബോട്ടല്ലേ, അത് കാരണം പുള്ളിക്ക് ഇച്ചിരി വയ്യായ്മയുണ്ട്, എനിക്കും വയ്യായ്മയുണ്ട്. പുള്ളിയൊക്കെ ഞാൻ പറഞ്ഞു വീലോസ് അച്ചാനിരുന്നു, ഞാൻ പോയി ചരക്ക് പുറക്കട്ട് എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നിരുന്ന് ആ അടുത്തൂടെ ഒരു ബോട്ട് വലിച്ചുകൊണ്ട് പോയി. ആ ബോട്ടും ഈ ബോട്ടിൻ്റെ വലയും കൂടെ തമ്മിൽ ഉടക്കിയപ്പം ഞാൻ ഇരുന്ന ഭാഗത്ത് ബോർഡെന്ന് പറയും, ഈ ചെയ്യുന്ന ബോർഡെന്ന് പറയും, ബോർഡും വലയും അവിടെ ഉടക്കിയപ്പം മേളിൽ ഇത് കെട്ടിവെച്ചേക്കത്തേ ഉള്ളൂ. ആ റോപ്പ് കൂട്ടി എൻ്റെ തലയിൽ കപ്പി വന്ന് വീണ് തല പൊളന്നു പോയി. ആരും എടുക്കുന്നില്ല എന്നെ. എല്ലാവരും ഞാൻ ചത്തുപോയി, തല ഇങ്ങനെ പൊളന്ന് രണ്ടായിട്ട് കിടക്കുക. അങ്ങനെ എല്ലാവരും പേടിച്ച് നിലവിളിയായി. അങ്ങനെ ഈ വല വലിക്കുന്ന വല അങ്ങനെ തന്നെ നിൽക്കുക. അങ്ങനെ ബോട്ടിൽ പോകുന്നവർ പറഞ്ഞ് ആൾ ചത്തുപോയി, രക്ഷയില്ല, ആൾ ചത്തുപോയെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കൈയും കാലും എല്ലാം നടത്തി ഞാൻ തളർന്ന കണക്കായിപ്പോയി. പിന്നെ എനിക്ക് അനക്കമൊന്നുമില്ല. എന്നെ അവരിൽ സ്രാവിനെ വലിക്കുന്ന കണക്ക് വലിച്ച് അണിയത്ത് കൊണ്ടുവന്നിട്ട്, ഈ ബോട്ടിൻ്റെ അണിയത്ത് കൊണ്ടിട്ട്, അന്നേരം ഇതിൻ്റെ ബോർഡും മലയൊക്കെ എടുത്ത് ഓടി വരാൻ നമ്മുടെ നീണ്ടാറ വരണേ 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ പോവും, സമയം തീർന്നു പോകും. അവിടുന്ന് ബോട്ട് ഓടിയാൽ 1 മണിക്കൂർ ഓടപ്പോൾ കൊല്ലം അഴിയുണ്ട്, കൊല്ലം കപ്പൽ കയറുന്ന ആ സ്ഥലത്ത് ഓടി കയറി ബോർഡ് മലയെല്ലാം കൊത്തിക്കളഞ്ഞ് അവിടെ കൂടി കയറിയിട്ട് അവിടുന്ന് വള്ളത്തിലിറക്കി എന്നെ കര കൊണ്ടുവന്ന് ഉടനെ വയർലെസ് ഉണ്ട് ബോട്ടിൽ. വയർലെസ് വിളിച്ച് പറഞ്ഞ് ഇന്നാണ് ഓടാൻ പറ്റിയപ്പോൾ ഉടനെ വണ്ടിയും ആംബുലൻസും ഒക്കെ അവിടെ കൊല്ലത്ത് വന്ന് എന്നെ വണ്ടി വള്ളത്തിൽ കയറ്റി ഒരുപാട് താമസപ്പെട്ട്. അന്നേരം ചെറിയൊരു അനക്കം ഉണ്ടെന്ന് അവർ പറയുന്നു. അന്നേരം എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കൈയും കാലും എല്ലാം തളർന്നു പോയി, മൊത്തം സംഭവിച്ചിടയ്ക്കുക. അവിടുന്ന് സങ്കേസ് ആശുപത്രി കൊണ്ടുപോയി. അവർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഇയാൾക്ക് രക്ഷയൊന്നുമില്ല, ഇയാൾ പോവും എന്ന് പറഞ്ഞു. അതാണ് അവർ തച്ച് 2 ദിവസം അവിടെ കിടന്നു. 2 ദിവസം കിടന്നപ്പം അവർ പറഞ്ഞ്, എൻ്റെ സഹോദരൻ്റെ പറഞ്ഞ് ഇനി ആളിന് രക്ഷയില്ല, ഇവിടെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണമെന്ന് അവിടെ കൊണ്ടുപോകാം, ആൾ മരിക്കും, പിന്നെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ചെറിയൊരു ഓർമ്മ വന്നു. അന്നേരം ഞാൻ പറയാം എനിക്കാരും ഓപ്പറേഷൻ ചെയ്യില്ലോ, എന്നെ മരിക്കുന്നത് ഞാൻ മരിച്ചോട്ടെന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ ഉള്ള അടുത്ത് മക്കളൊക്കെ ഞങ്ങൾക്ക് ചെറുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് പുരക്കാരന്മാരെ വന്ന് കാണാമെന്നുള്ളത്. ആ ആംബുലൻസിൽ കയറ്റി ഇവിടുന്ന് ഈ അനന്തപുരി ആശുപത്രി കൊണ്ടുപോയി, തിരുവനന്തപുരത്ത്. അവിടെ കൊണ്ടുചെന്ന് ഒരുപാട് താമസപ്പെട്ട് ആരുമില്ല കൂടെ വരാൻ. എൻ്റെ ഭാര്യയെ ഞാനും കൂടെ ആംബുലൻസ് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് എൻ്റെ ഒരു ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട് തിരുവനന്തപുരത്ത്. അയാളുടെ ഒരു സാന്നിധ്യത്തിൽ അവിടെ അനന്തപുരിയിൽ മാർത്താണ്ഡപിള്ളയെ കാണിച്ച്, മാർത്താണ്ഡപിള്ളയുടെ ആശുപത്രി അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ച് എന്നെ അഡ്മിറ്റാക്കി. 9 ദിവസം ഞാൻ അവിടെ ICU കിടന്നു. 9 ദിവസം കിടന്നെങ്കിലും ആരെയും എനിക്ക് കാണാൻ പറ്റില്ല. മരിക്കുമെന്ന് അവർ പറയുന്നു, പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല. അവർ മരിക്കുമെന്നേ പറയുന്നുള്ളൂ, പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല. 9-ന് അന്ന് രാത്രി 2 മണിയാകുമ്പം ഈ അനന്തപുരിയിലെ ഡോക്ടർ മാർത്താണ്ഡപിള്ള വന്നപ്പം 2 ലേഡി ഡോക്ടർമാരുമുണ്ട്. ഞാനിച്ചിരി സംസാരിക്കും. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് എൻ്റെ മക്കളെ കാണണം, ചെറുമക്കളെ കാണണം, എന്നെ വെളിയിലിറക്കണം, ഞാൻ മരിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ട് മരിക്കുമെന്ന്. തോരാൻ സമയമില്ല, എനിക്കെൻ്റെ മക്കളെ എങ്ങനെ കാണുക. ഉടനെ രാത്രി 2 മണിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞ് എഴുതി ഇട്ടുകൊണ്ട് പറഞ്ഞ് പുള്ളി രാവിലെ ഇറക്കിയില്ല. പുള്ളി എന്നെ സ്വയം അറിയാവില്ല മരിക്കുമെന്നാണ്. എന്നെ വെളിയിലിറക്കി വാർഡിൽ കൊണ്ടുപോയി. അവിടെ വാർഡ് തന്നെ വലിയ നല്ല AC പോലെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ തന്നെ കൊണ്ട് കടത്തി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കാണാൻ വന്നു, കണ്ട്. അതിന് മരിക്കുമെന്ന് പറയാനായിട്ട് മരിച്ചില്ല. ഇവർ പറഞ്ഞ ദിവസം കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് നോക്കുന്നു, കയ്യും കാലും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നും അനങ്ങുന്നില്ല. ലാസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വിരൽ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി, ഒരു വിരൽ. ആ വിരൽ ഒരു ഡോക്ടർ നോക്കാൻ വന്നപ്പോൾ ഒരു വിരൽ അനങ്ങുന്നു. അന്നേരം എന്തോ മാറ്റം ഉണ്ടെന്ന്, ശരീരത്തിന് മാറ്റം ഉണ്ടെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. വേറെ ഡോക്ടർമാർ വന്നു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ഈ കയ്യും കാലും എല്ലാം അനങ്ങാൻ തുടങ്ങി ചെറുതായിട്ട്. ഒരാഴ്ച കംപ്ലീറ്റ് ഇത് ഫിസിയോതെറാപ്പി ഞാൻ കിടക്കുന്നിടത്ത് വന്ന് ചെയ്ത്.
പിന്നെ ആ കട്ടിലോട് വലിച്ച് അവർ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവർ ചെയ്ത് 2 മാസം അവിടെ കടന്നു ഞാൻ. പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് എൻ്റെ കൂട്ടുകാരും കുമ്പാരിമാരും ഒക്കെ കാണാൻ വന്ന് ഇവിടുന്ന് ഒരു ചെറിയ പിരിവൊക്കെ ഇട്ട് ഒരു 1,16,000 രൂപ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ബില്ലടച്ച് 22 ലക്ഷം രൂപയായി അവിടെ കിടന്ന്. 2 മാസം അവിടെ കിടന്നുള്ളൂ. അന്നേരം ഞാൻ ചെറുതായിട്ട് നടക്കാനായപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞ് ഇനി ഇയാൾ ഇവിടെ കിടക്കണ്ട, ഇവിടുത്തെ ബില്ലും കാര്യവും നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഭാര്യയൊക്കെ പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോയി ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞു. അതിനു വേണ്ടി തകർന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ മുറിയിൽ ഇവിടെ വന്ന് ഇവിടെ മക്കളുടെ കൂടെ കിടത്തി. അന്ന് രാത്രി തന്നെ മൂത്ര തടസ്സം ഉണ്ടായി. ഇവിടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ നീണ്ടാര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആശുപത്രി, സർക്കാർ ആശുപത്രി കൊണ്ടുപോയി. അത് ഒരു ട്യൂബ് ഇട്ട് മൂത്രം എടുത്തു. 15 ദിവസം അവിടെ കിടന്ന്. എന്നിട്ട് എന്നെ ഡിസ്ട്രിക്റ്റിലോട്ട് മാറ്റി അവിടെ 2 മാസം അവിടെ കിടന്ന് ഫിസിയോതെറാപ്പി ചെയ്ത്. അന്നേരം ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് 5-6 കുപ്പി ബ്ലഡ് ഇറക്കി. അവിടെ നിന്ന് പിന്നെ കുറച്ച് സുഖമായപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ പോകാൻ പറഞ്ഞു. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ രക്ഷപ്പെട്ടത് ദൈവത്തിനോട് അനുഗ്രഹം പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജൂൺ 15 ഞാൻ ആ സമയത്ത് കടലിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കടലിലല്ല, ഞാൻ കര അന്ന് ഭയങ്കര കടൽ പൊട്ടുന്ന സമയത്തും കര മടമ്പെന്ന് പറയും കര. ആ കരക്കൂടെ വലിക്കാൻ അറിയാവുന്നവനാണ് ഞാൻ. അന്ന് വേറൊരാളുടെ ബോട്ടിൽ പോയാൽ തോമ എന്ന് പറഞ്ഞാൽ പൊട്ടൻ തോമ എന്ന് പറയും, അയാളെ തോമ എന്ന കൊച്ചാളാണ്, അയാളുടെ ബോട്ട് കൊണ്ടുപോയാൽ ഒരു വല വലിച്ച് കരുത്തറ പള്ളി എന്ന് പറയും. കരുത്തറ എന്ന് പറഞ്ഞാൽ കോഴിത്തോടത്ത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലൊക്കെ വരെ ചെന്നപ്പോൾ കാറ്റ് വീണു. കാറ്റെന്ന് പറഞ്ഞാൽ ഈ ചുഴലിക്കാറ്റ് വീഴുന്ന സമയം. ആ സമയത്ത് ഈ ബോട്ട് ഒന്ന് കറക്കി വലിച്ച് തിരിച്ചു വന്ന് അഴിയിടുക വരപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച സമയത്ത് ഈ ബോട്ട് തിരിച്ച് വലിയത്തില്ല, കാറ്റിനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയാൽ. ഉടനെ ഞാൻ പറഞ്ഞു കടലിൽ അന്ന് പ്രായമുള്ളവരാണ് കൂടെ ഉള്ളത്, വലയെടുക്കണം നമുക്ക് ഓടിപ്പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വലയെടുത്തപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി പിടിച്ചാൽ കയറാത്ത രീതിയിൽ നാരനുണ്ട്. നാരനെന്ന് പറഞ്ഞാൽ ചെമ്മീൻ. അത് പിടിച്ച് ബോട്ട് വെച്ച് ബോട്ട് ഓടി കരക്കുട മണിമനാഥോടുകൂടി ഞങ്ങൾ കര വന്ന് പാലത്തിൻ്റെ കിഴക്കശാണ് അന്ന് ബോട്ട് കിട്ടുന്നത്. ഈ പാലത്തിൻ്റെ നീണ്ടാര പാലത്തിൻ്റെ കിഴക്കശാണ് ബോട്ട് കിട്ടുന്നത്. അവിടെ കൊണ്ടത് ബോട്ട് കെട്ടിക്കൊണ്ട് നീണ്ടാര പാലത്തിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് നോക്കും കടലുണ്ടോ കാറ്റുണ്ടോ എന്ന്. അങ്ങനെ കയറിയപ്പോൾ ഉഗ്രമായ കടലെന്ന് പറഞ്ഞാൽ വരുന്ന ബോട്ടെല്ലാം താഴ്ന്നു പോയാൽ 10 ബോട്ട് ഓടി വരിക, 10 ബോട്ടും താരും. ഈ 10 ബോട്ടിൽ ആളിനെയും കിട്ടത്തില്ല. ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഈ രംഗം ഭാരത്തിൻ്റെ പുറത്തേക്ക്, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങളെ ബോട്ട് ഓടി കൊണ്ട് കിട്ടി. എൻ്റെ ഒരു ചേട്ടൻ ആ ബോട്ടിൻ്റെ കൂട്ടുബോട്ടിൻ്റെ വലിയ ന്യൂസ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു വലിയ ബോട്ട് ഇറക്കിയ സമയമാണ്. ഇറക്കി 1 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പുള്ളിക്കാരൻ വരാൻ ഞങ്ങൾ കാത്തു വയ്ക്കുക. ഈ ബോട്ട് ഓടി വരുന്ന ഒരു പുതിയ ബോട്ടുമാണ് കാണാഞ്ഞ് ബോട്ട് ഞങ്ങൾ കെട്ടഴിച്ച് ആ കൊഞ്ച് കരയിറക്കിക്കൊണ്ട് ഈ ബോട്ടുമായിട്ട് പോയി അഴിയെടുക്കുക. എന്തിനാ ആ ബോട്ടിന് എന്തായാലും പറ്റിയ അതിൻ്റെ ആളിനെ എടുക്കാൻ ധൈര്യമായിട്ട് പോയി നിൽക്കുക. നമുക്ക് ആളിനെങ്കിലും എടുക്കണമെന്ന് പറയും. പക്ഷെ ആ സമയത്ത് ആരും ബോട്ടുമായിട്ട് അങ്ങോട്ട് കയറുന്ന സമയമല്ല. നമ്മളത് അങ്ങനെ അങ്ങനെ ഈ ബോട്ട് വന്ന് മറ്റു കുഴപ്പമൊന്നുമില്ല ഓടി വന്ന് അങ്ങനെ കര വന്ന്. അത് ജൂൺ 15 ഈ ബോട്ട് പോകുന്നത്. ജൂൺ 14-ാം തീയതി പിറ്റേ കൊല്ലം 2 കൊല്ലത്തിന് ശേഷം പിന്നെ 14-ാം തീയതി ഒരു കാറ്റ് വന്ന് അത് ഞങ്ങൾ 2 ബോട്ട് കൂടി വലിക്കുന്നൊരു കാലഘട്ടമുണ്ട്. ഈ കൊച്ചു ബോട്ട് 2 ബോട്ട് ഒരു വല 2 ബോട്ട് കൂടി വലിക്കും. അങ്ങനെ വലിക്കാൻ പോയപ്പോൾ അതിഭയങ്കരമായ കടൽ വന്ന് അതിന് ഈ വലിക്കുന്ന ഈ ഒരു പോസ്റ്റിൽ കെട്ടിയാണ് ഞങ്ങൾ വലിക്കുന്നത് റോപ്പ്. ആ പോസ്റ്റ് അങ്ങ് ഒടിഞ്ഞു പോയപ്പോൾ പറഞ്ഞ് കുമ്പാരി വലിയ അതിൻ്റെ ഒരു കുമ്പാരിയായിട്ടാണ് ഞങ്ങൾ പോയത്. കുമ്പാരിയുടെ ബോട്ടുണ്ട്, ഞാനുണ്ട്. കുമ്പാരി പറ്റത്തില്ലല്ലോ നമുക്ക്, കുമ്പാരിയുടെ ഓടിപ്പോകുന്ന വല പിടിച്ച് ഭയങ്കര കടൽ. അങ്ങനെ കരയോട്ട് വരാനായിട്ട് ഒരുങ്ങി അഴിയെടുക്കുക വരപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ വള്ളം താഴ്ന്ന ആളെല്ലാം കിടക്കുക. ആ രംഗം കണ്ടപ്പോൾ നമുക്ക് ചങ്ക് പറഞ്ഞു പോയി. ഇത്രയും ആൾ മരിക്കാൻ പോയാന്നല്ലോ. കാരണം ഞാൻ ഈ ബോട്ടിൽ പോയതൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ 5 പേരുണ്ട്. 5 പേരേക്കും പറഞ്ഞ് നമ്മളൊറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ സഹായികളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ.
ഞാൻ അവരോട് പറഞ്ഞു ഇത് പ്ലോട്ട് കെട്ടി റോപ്പ് കെട്ടി എറിയിടാമെന്ന് പറഞ്ഞു. എറിഞ്ഞിട്ടപ്പോൾ 2-3 ആളുകളാണ് അതിൽ പിടിക്കുന്നത്. വലിച്ച് ഞങ്ങളുടെ ബോട്ടിൽ കയറ്റി. 24 പേരെ ഞാനെടുത്ത്. അന്ന് എൻ്റെ കുമ്പാരി 20 പേരെ എടുത്ത്. 20 പേരെ മരിക്കാൻ പോയ 24 പേരെ ഞാനെടുത്ത്, പുള്ളി 20 പേരെ എടുത്ത്. ഞങ്ങൾ ബോട്ട് കര കൊണ്ടുവന്നപ്പോൾ ഇവരൊക്കെ ആർക്കും ഈ കിട്ടിയവരാരെയും വെള്ളത്തിൽ നിർത്തിയവർക്ക് ആർക്കും വസ്ത്രമില്ല. വസ്ത്രമല്ല അങ്ങ് ഒഴുകിപ്പോയി. ഈ കടലിന് കിടന്ന് നീന്തി. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതി നമ്മൾ കിടന്ന് നിലവിളിക്കുക. അന്നേരം എൻ്റെ ബോട്ടിൽ വരുന്ന ഈ 5 പേരും കിടന്ന് നിലവിളിക്കുക. ഇത് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അന്നേരം ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലല്ലേ കിടക്കുന്നത്. ഇത് പോന്നെങ്കിൽ പോട്ട്, നമ്മളെല്ലാവരും മരിക്കട്ട്. രക്ഷപ്പെടുന്ന ഇവരെല്ലാവരും രക്ഷപ്പെടുത്തണം. അതിൽ എൻ്റെ ബോട്ടിൽ, ചെറിയ ബോട്ടാണ്, ആ ബോട്ടിൽ കുറഞ്ഞ ആളുകളെ നമുക്ക് കയറത്തുള്ളൂ. 24 പേരും ഞങ്ങൾ 5 പേരും 29 പേരുണ്ട്. അന്നേരം ബോട്ട് താഴ്ന്ന കണക്കായി. പിന്നെ എന്തെങ്കിലും ഇച്ചിരി കാറ്റോ ഈ കടൽ അതിൽ അടിച്ചാൽ ബോട്ട് താഴ്ന്നു പോകും. അന്ന് എനിക്കും അത് മനസ്സിലായി. ഉടനെ ഞങ്ങൾ ഓടിച്ച് കര കൊണ്ടുവന്ന് ആളിനെ എല്ലാം കര ഇറക്കി. എനിക്കൊരു ദൈവാനുഗ്രഹമുണ്ട്. ആ ദൈവാനുഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ആര് വന്നാലും രക്ഷിക്കുന്നത്. അത് കടലിൽ എന്ത് സംഭവിച്ചാലും ഞാൻ രക്ഷിക്കാനുള്ള മനസ്സുണ്ട് എനിക്ക്. ആ മനസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നത്. ഈ മനസ്സെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്.